സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രവർത്തനം തടസ്സപ്പെട്ട വയനാട് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഫാക്ടറി വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നു. മലബാർ മീറ്റ് ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാൻ ബ്രഹ്മഗിരി സൊസൈറ്റിയും സെഡാർ ഗ്രൂപ്പും ധാരണയായി. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി 2 ആഴ്ചയ്ക്കുള്ളിൽ ധാരണാപത്രം ഒപ്പിട്ടേക്കും. ഒരു വർഷമായി മീറ്റ് ഫാക്ടറി തുറന്നു പ്രവർത്തിക്കുന്ന കാര്യത്തിൽ സെഡാറുമായി ചർച്ചകൾ നടന്നുവരികയായിരുന്നു. വൈദ്യുതി കുടിശ്ശികയായ 22 ലക്ഷം രൂപ ബ്രഹ്മഗിരി സൊസൈറ്റി ഇതിനകം അടച്ചു. ജനറേറ്ററും ഇലക്ട്രിക്കൽ റൂമും ഉൾപ്പെടെ സജ്ജമാക്കുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. ലാഭവിഹിതത്തിന്റെ 51% ബ്രഹ്മഗിരിക്ക് ലഭിക്കും. 49% സെഡാറിനും നൽകാനാണ് ധാരണ. ലാഭവിഹിതം ഉപയോഗിച്ച് നിക്ഷേപകരുടെ പണം ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യാനാണ് ശ്രമം. നിലവിൽ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നത് ഉൽപാദനക്ഷമതയുടെ 15% മാത്രമാണ്. 60%-ഓളം ഉൽപാദനക്ഷമത ഉയർത്താനാണ് ശ്രമം. ഇതുവഴി സൊസൈറ്റിയെ ലാഭത്തിലാക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷ. നിക്ഷേപകർക്കും ആശ്വാസം പകരുന്നതാണ് ഈ വിവരം. നേരത്തെ CPIM പലതവണ നിക്ഷേപകർക്കും ഉറപ്പുകൾ നൽകിയെങ്കിലും പാലിക്കപ്പെട്ടിരുന്നില്ല. ഒക്ടോബറിനുള്ളിൽ ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള വിവരം സൊസൈറ്റി വാർത്താക്കുറിപ്പിലൂടെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. സൊസൈറ്റി ചെയർമാനായിരുന്ന CPIM നേതാവ് P. കൃഷ്ണപ്രസാദിന്റെ ഭൂമിയടക്കം ജപ്തി ഭീഷണി നേരിടുന്നുണ്ട്. കൃഷ്ണപ്രസാദിന്റെ സ്ഥലം പണയപ്പെടുത്തിയും ബ്രഹ്മഗിരിക്ക് വേണ്ടി വായ്പയെടുത്തിരുന്നു. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.